ഹലോ നമസ്കാരം. സ്ലീപ്പിംഗ് പിൽസ് ഓഡിയോ ടൈമിലേക്ക് സ്വാഗതം. പതാലിൽ തമ്പി നോവൽ നരവേട്ടയുടെ 3-ാമത്തെ അധ്യായത്തിലേക്ക്. ടൗണിൽ താമസിച്ച് ജോലി ചെയ്യുന്ന ഒരു യുവതിയുമായിട്ട് പുഷ്പദാസിന് രഹസ്യബന്ധമുണ്ട്. എല്ലാ ശനിയാഴ്ചയും പുഷ്പദാസ് അവളുടെ വീട്ടിലേക്ക് പോകും. വൈകിട്ട് 12 മണിയാകുമ്പോഴേക്കും തിരിച്ചെത്തുന്നത്. തിരികെ ചേരിയിലേക്ക് വരുന്നത് ടാക്സിയിലോ ഓട്ടോറിക്ഷയിലോ ആയിരിക്കും. ശനിയാഴ്ച രാത്രിയിൽ പുഷ്പദാസിനെ കെണിയിൽ വീഴ്ത്താൻ കഴിയും. അന്നായി അവളോടൊപ്പം ആരും ഉണ്ടായിരിക്കില്ല. യുവതി ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്? സുധാകരൻ ജിജ്ഞാസയോടെ ചോദിച്ചു. അതെ, അവൾ മറ്റേതോ നാട്ടിൽ നിന്നും വന്ന് താമസിക്കുകയാണ്. ആദ്യം ചേരിയിലായിരുന്നു താമസം. അന്ന് അവളോടൊപ്പം ഒരു യുവാവ് ഉണ്ടായിരുന്നു. പുഷ്പദാസുമായുള്ള രഹസ്യബന്ധത്തെ ചൊല്ലിയായിരിക്കണം യുവാവ് അവിടെ നിന്നും പോയി. പിന്നീടാണ് അവളെ ടൗണിലേക്ക് താമസം മാറ്റിയത്. എന്ത് ജോലിയാണ് അവൾക്ക്? ഏതോ ഓഫീസിലെ ടൈപ്പിസ്റ്റാണ്. മറ്റു ദിവസങ്ങളിൽ അവളെ കാണാൻ പുഷ്പദാസ് പോകുകയല്ലേ? പോകാറുണ്ട്. എന്നാൽ ശനിയാഴ്ച പോകുന്നത് മുടക്കം വരാത്ത പ്രോഗ്രാമാണ്. ഒറ്റ ശനിയാഴ്ച പോലും അയാൾ പോകാതിരിക്കില്ല. തങ്കപ്പൻ ചേട്ടനുമായിട്ട് അയാൾ ഇടയാനുണ്ടായിരുന്ന കാരണം എന്താ? അവൻ്റെ ശിങ്കിടികൾ സ്റ്റേഷനുള്ളിൽ പ്രവേശിപ്പിച്ച് ലഗേജുകൾ എടുക്കാൻ തുടങ്ങി. ഞങ്ങളതിനെ എതിർത്തു. അതേ ചൊല്ലിയുണ്ടായ വഴക്കാണ്. എന്നിട്ട് അയാളുടെ പേരിൽ കേസൊന്നും ഉണ്ടായില്ലേ? ഒരു കുന്തമില്ല. ഞങ്ങൾ ഒത്തിരി ശ്രമിച്ചു. അവൻ പോലീസിന് പിടികൊടുക്കുകയില്ല. ഇപ്പോൾ അല്പം രാഷ്ട്രീയ സ്വാധീനമുണ്ട്. നിയമപരമായിട്ട് പുഷ്പദാസിന് ആരൊന്നും ചെയ്യുകയില്ല. കണ്ടില്ലേ, 10-12 പോലീസുകാർ പരിക്കേറ്റ് ആശുപത്രിയിൽ കിടക്കുന്നു. പുഷ്പദാസ് നെഞ്ചും വിരിച്ച് ഒന്നും സംഭവിക്കാത്തതുപോലെ വിലസുന്നു. ഇപ്പോൾ പോലീസ് നിർവീര്യമാണ് ചേട്ടാ. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കുഴപ്പമില്ല. അതൊക്കെ എനിക്കറിയാം. നിനക്ക് ഇപ്പോൾ എത്ര വയസ്സുണ്ട്? 37. അപ്പോൾ 43 വയസ്സുണ്ട്. 15-ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് ഈ പണി. അപ്പോൾ ശനിയാഴ്ച വരെ കാത്തിരിക്കണമല്ലേ? നമ്മുടെ പദ്ധതി ശരിക്കും നടക്കണമെങ്കിൽ പദ്ധതി പൊളിഞ്ഞാൽ അവൻ നമ്മളെ തട്ടിക്കളയും. എന്നിട്ട് റെയിൽവേ പാളത്തിൽ കൊണ്ടുവന്ന് വയ്ക്കും. ആഴ്ചയിൽ 2 ശവമെങ്കിലും ട്രെയിൻ കയറി ചത്തതാണെന്ന് പറഞ്ഞ് റെയിൽവേ ജോലിക്കാരെ എടുത്തുകൊണ്ടുവന്ന് വരുന്നത് കാണാമായിരുന്നു. ഇപ്പോൾ കുറച്ച് കൂടി തെക്ക് വശത്തേക്ക് നീക്കിയാണ് ശവം വയ്ക്കുന്നത്. ട്രെയിൻ കയറിയ മുറിഞ്ഞാലുടൻ താഴെ കൂടെ ഒഴുകുന്ന നദിയിൽ ചെന്ന് വീഴും. മഴക്കാലമാണെങ്കിൽ എത്ര എണ്ണത്തിന് വേണമെങ്കിലും തട്ടാം. ആരും അറിയുകയില്ല. ഇന്ന് വ്യാഴാഴ്ചയാണ്, സുധാകരൻ പറഞ്ഞു. ശനിയാഴ്ച വൈകിട്ട് പുഷ്പദാസിനെ നമുക്ക് പിടികൂടണം. അല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള ഏതെങ്കിലും ദിവസം പുഴയിൽ കൂടി ഒഴുകാൻ തയ്യാറായിക്കൊള്ളുക. ശരി. രണ്ടുപേരും കയ്യിലടിച്ച് സമ്മതിച്ചു. ഓട്ടോറിക്ഷയുടെ ടയറുകൾ അടിച്ച് മറ്റൊരു ഓട്ടോയിൽ കയറ്റി പമ്പിൽ കൊണ്ടുപോയി കാറ്റടിച്ച് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തിട്ട് സുധാകരൻ ആശുപത്രിയിലേക്ക് പോയി. അപ്പോഴേക്കും അയാളുടെ ബന്ധുക്കൾ വിവരമറിഞ്ഞ് അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ജഡം ഏറ്റുവാങ്ങി വീട്ടിൽ കൊണ്ടുപോയി. വെള്ളിയാഴ്ച ഉച്ചയോടുകൂടി ആ സ്ത്രീയുടെ ശവദാഹം നടത്തി. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ജഡം ശവക്കുഴിയിൽ വെച്ച് അതിന് മുകളിൽ മണ്ണ് കോരിയിടുന്നത് കണ്ടിട്ടും സുധാകരൻ്റെ കണ്ണിൽ നിന്നും ഒരിറ്റു കണ്ണുനീര് പുറത്തേക്ക് വന്നില്ല. അയാളുടെ ശിലാഹൃദയത്തെപ്പറ്റി പലരും അടക്കം പറഞ്ഞു. മകളെ കാണാതായിട്ടും ഭാര്യ ചെത്തിട്ടും അയാൾക്കൊരു ദുഃഖമില്ല. ഇങ്ങനെയുണ്ടോ മനുഷ്യർ? ശവദാഹത്തിന് ശേഷം 1 മണിക്കൂർ കൂടി കഴിഞ്ഞപ്പോൾ ബന്ധുമിത്രാദികൾ പിരിഞ്ഞു. പോകാനുള്ള തിടുക്കം കൂട്ടി. ആരെയും പിടിച്ചു നിർത്താൻ സുധാകരൻ ശ്രമിച്ചില്ല. എത്രയും വേഗം തൻ്റെ വീട്ടിൽ നിന്നും എല്ലാവരും പോകണമെന്നായിരുന്നു അയാളുടെ അഭിപ്രായം. മോനെ, നിന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ മനസ്സില്ല. പക്ഷെ എന്തു ചെയ്യാം? പ്രായമുള്ളവർ വന്ന് സ്നേഹത്തോടെ വിട പറയാനായി പറഞ്ഞു. അത് സാരമില്ല, എത്രയോ പേര് ഒറ്റയ്ക്കും ജീവിക്കുന്നു. സുധാകരൻ്റെ മറുപടി കേട്ടപ്പോൾ പറയേണ്ടതില്ലായിരുന്നു എന്ന് പലർക്കും തോന്നി. ഭാര്യ മരിച്ചു കഴിഞ്ഞപ്പോൾ അയാളെ സന്തോഷിക്കുകയാണെന്നാണ് പലരും കരുതിയത്. എന്നാൽ അധികമായിട്ടില്ല. ഒരു പെണ്ണിനെയും കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കാനുള്ള അവസരം ഇനിയും ബാക്കിയുണ്ട്. 2ാം ഭാര്യയ്ക്കും ബാധ്യതകളൊന്നുമില്ല. ഒരു പെങ്കൊച്ചുണ്ടായതിനെ കാണാനില്ല. 4 മണിയായപ്പോഴേക്കും പോട്ടർ തങ്കപ്പൻ ഒഴികെ ബാക്കി എല്ലാവരും പിരിഞ്ഞുപോയി. നഗരത്തിൽ അങ്ങനെയാണ്. എല്ലാവരും എപ്പോഴും തിരക്കാണ്. ചുരുങ്ങിയ സൗകര്യങ്ങളിൽ താമസിക്കുന്ന നഗരവാസികൾ. വല്ലപ്പോഴും വീണ് കിട്ടുന്ന ഒഴിവ് ദിവസം സ്വർഗതുല്യാണ്. മരണത്തിൻ്റെ പേരിലാണെങ്കിലും എടുത്ത അവധി പരമാവധി ചൂഷണം ചെയ്യണം. 6 മണിക്ക് മുമ്പ് വീട്ടിലെത്താൻ കഴിഞ്ഞാൽ സിനിമയ്ക്ക് കയറാം. അല്ലെങ്കിൽ ബീച്ചിൽ പോയി കടൽക്കാറ്റ് കൊണ്ട് കുറച്ച് സമയം ചെലവഴിക്കാം. ശവദാഹം പ്രമാണിച്ച് വെള്ളിയാഴ്ച എടുത്ത അവധി മറ്റൊരു രീതിയിൽ കൂടി പ്രയോജനപ്പെടുത്താം. നാളെ ശനിയാഴ്ചയാണ്. ശനിയാഴ്ച ഉച്ചവരെ ഓഫീസ് ഉണ്ടാവുകയുള്ളൂ. ചില ഓഫീസുകൾക്ക് ശനിയാഴ്ച അവധിയാണ്. ശനിയും ഞായറും കൂടി 2 അവധി കിട്ടും. നഗരത്തിൽ നിന്നും വളരെ ദൂരം വീടുള്ളവർക്ക് 2 ദിവസം വീട്ടിൽ പോയി താമസിക്കാം. സുധാകരൻ്റെ സഹപ്രവർത്തകരായ ഓട്ടോറിക്ഷ തൊഴിലാളികൾ അന്ന് ബന്ദ് ആചരിച്ചു. പുഷ്പദാസ് സുധാകരനെ മർദ്ദിച്ച് അവശനാക്കിയ വിവരവും നഗരത്തിൽ പരന്നു കഴിഞ്ഞിരിക്കുന്നു. പലരും നിർബന്ധിച്ചിട്ടും അയാൾ പോലീസിൽ പരാതി നൽകില്ല. ചേരിക്കുള്ളിൽ കയറി പുഷ്പദാസിനെ ആക്രമിക്കാൻ ശ്രമിച്ച തൻ്റെ ഭാഗത്താണ് തെറ്റെന്ന് പറഞ്ഞ് സുധാകരൻ ഒഴിഞ്ഞു മാറി.
ശനിയാഴ്ച പകൽ തങ്കപ്പനുമായിട്ട് സുധാകരൻ പരിപാടികൾ നടപ്പിലാക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു. സന്ധ്യയായപ്പോൾ തന്നെ ഓട്ടോറിക്ഷയുടെ നമ്പർ പ്ലേറ്റിന് മുകളിൽ വ്യാജ നമ്പർ എഴുതി വെള്ളക്കടലാസ് ഒട്ടിച്ചു. 9 മണിയോടുകൂടി രണ്ടുപേരും വേഷപ്രച്ഛന്നരായി ടൗണിലേക്ക് തിരിച്ചു. മുനിസിപ്പൽ ഓഫീസിൻ്റെ മുൻവശത്തുള്ള 4 നില കെട്ടിടത്തിൻ്റെ 1-ാം നിലയിലായിരുന്നു പുഷ്പദാസിൻ്റെ വെപ്പാട്ടി താമസിച്ചിരുന്നത്. പുഷ്പദാസ് അവിടെ എത്തിയിട്ടുണ്ടോ എന്ന് തങ്കപ്പൻ അടുത്തുള്ള ഹോട്ടലിൽ അന്വേഷിച്ചു. അയാൾ വരുന്ന ദിവസങ്ങളിൽ ഹോട്ടലിൽ നിന്നും ബിയറും തന്തൂരി ചിക്കനും വാങ്ങാറുണ്ടായിരുന്നു. തങ്കപ്പൻ ഓട്ടോറിക്ഷയുടെ അടുത്തേക്ക് എത്തി. സുധാകരനെ വിളിച്ച് പതുക്കെ വിവരം ധരിപ്പിച്ചിട്ട് ഒന്നും സംഭവിക്കാത്ത മുനിസിപ്പൽ ഓഫീസിൻ്റെ മതിലിൽ കയറിയിരുന്നു. സുധാകരൻ ഓട്ടോറിക്ഷ 4 നില കെട്ടിടത്തിൻ്റെ ഗേറ്റിൽ തന്നെ പാർക്ക് ചെയ്തിട്ട് അക്ഷമനായിട്ട് കാത്തിരുന്നു. 11 മണിയായിട്ടും പുഷ്പദാസിനെ കണ്ടില്ല. ഇതിനിടെ പലരും ഓട്ടോയിൽ കയറിയിരുന്നിട്ട് പല സ്ഥലങ്ങളിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടു. തൻ്റെ വണ്ടിയിൽ വന്ന യാത്രക്കാരന് വേണ്ടി കാത്തു കിടക്കുകയാണെന്ന് പറഞ്ഞ് കൗശലപൂർവ്വം സുധാകരൻ ഒഴിഞ്ഞു മാറി. കൃത്യം 11:45 കുടിച്ച് മത്തനായി പുഷ്പദാസ് സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്നത് സുധാകരൻ കണ്ടു. അയാൾ കെട്ടിടത്തിൻ്റെ വെളിയിലിറങ്ങിയിട്ട് മുകളിലേക്ക് നോക്കി തൻ്റെ കാമുകിക്ക് ഗുഡായിട്ട് നിർന്നിട്ട് വേച്ച് വന്ന് ഓട്ടോറിക്ഷയിൽ കയറിയിരുന്നു. എങ്ങോട്ടാണ് സർ? പല്ല് ഞെരിച്ചുകൊണ്ടാണെങ്കിലും വിനയത്തിൻ്റെ സ്വരത്തിൽ സുധാകരൻ ചോദിച്ചു. റെയിൽവേ സ്റ്റേഷൻ. സുധാകരൻ ഓട്ടോറിക്ഷ സ്റ്റാർട്ട് ചെയ്തു. മുനിസിപ്പൽ ബിൽഡിങ്ങിൻ്റെ ചുറ്റുമതിലിരിക്കുകയായിരുന്ന തങ്കപ്പൻ ഉടൻ തന്നെ ഒരു ടാക്സിയിൽ കയറി. ആ പോകുന്ന ഓട്ടോറിക്ഷേൻ്റെ പുറകിൽ വിട്. തങ്കപ്പൻ ഡ്രൈവർക്ക് നിർദ്ദേശം നൽകി. വല്ല കുലുമാലമാണോ? ഡ്രൈവർ അർത്ഥഗർഭമായിട്ട് ചോദിച്ചു. ഒന്നുമില്ല, എൻ്റെ സുഹൃത്താണ് ഓട്ടോയിലിരിക്കുന്നത്. ഡ്രൈവർ പിന്നെ ഒന്നും ചോദിച്ചില്ല. 5 കിലോമീറ്റർ ദൂരം ഓട്ടോറിക്ഷയുടെ പിന്നാലെ ടാക്സി സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ ഓട്ടോറിക്ഷയെ ഓവർടേക്ക് ചെയ്ത് പോകാൻ തങ്കപ്പൻ നിർദ്ദേശിച്ചു. അയാൾ പറഞ്ഞതുപോലെ ഡ്രൈവർ പ്രവർത്തിച്ചു. ഓട്ടോറിക്ഷയിൽ നിന്നും ഒരു 3 ഫർലോങ് ദൂരം മുന്നിൽ എത്തിയപ്പോൾ ടാക്സി നിർത്തുവാൻ തങ്കപ്പൻ ആവശ്യപ്പെട്ടു. ടാക്സി നിന്നു. 50 രൂപയുടെ ഒരു നോട്ട് എടുത്തു കൊടുത്തിട്ട് ബാക്കി വാങ്ങാൻ പോലും മെനക്കെടാതെ തങ്കപ്പൻ പുറത്തിറങ്ങി പിന്നോട്ട് നടന്നു. അപ്പോൾ ഓട്ടോറിക്ഷ അടുത്തേക്കുള്ള മാർക്കറ്റ് റോഡിലേക്ക് കയറാൻ തുടങ്ങിയായിരുന്നു. പകൽ സമയം വാഹനങ്ങളും ജനങ്ങളും മുട്ടിയുരുമി സഞ്ചരിക്കുന്ന ആ തെരുവ് രാത്രി 8 മണിയോടുകൂടി നിശബ്ദമായി തീരും. തെരുവ് നായ്ക്കൾ പോലും അവിടെ അന്തിയുറങ്ങാറില്ല. സുധാകരൻ സ്പീഡ് കുറച്ചപ്പോൾ തങ്കപ്പൻ ഓട്ടോയിൽ ചാടിക്കയറി. കണ്ണടച്ച് സ്വപ്നലോകത്തിലായിരുന്ന പുഷ്പദാസ് പെട്ടെന്ന് കണ്ണു തുറന്നു. അയാളെന്തോ ചോദിക്കാൻ തുടങ്ങി. തങ്കപ്പൻ മുഖമുടച്ച് ഒരിടി കൊടുത്തു. പുഷ്പദാസ് എതിർക്കാൻ ശ്രമിച്ചപ്പോൾ സുധാകരൻ വണ്ടി ചവിട്ടി നിർത്തിയിട്ട് പിന്നോട്ട് തിരിഞ്ഞു. എന്നിട്ട് മുഖമടച്ച് 5-6 ഇടി കൂടി കൊടുത്തിട്ട് കത്തിയെടുത്ത് കാണിച്ചുകൊണ്ട് പറഞ്ഞു, ശബ്ദിച്ചു പോയാ നിന്നെ ഞങ്ങൾ കൊല്ലും. സുധാകരൻ അയാൾക്ക് താക്കീത് നൽകുമ്പോൾ തങ്കപ്പൻ്റെ ഉരുക്കുമുഷ്ടി അയാളുടെ മുഖത്തും നെഞ്ചിലും ഓരോ സെക്കൻഡിലും പതിക്കുന്നുണ്ടായിരുന്നു. നല്ലവണ്ണം മദ്യപിച്ചിരുന്നതിനാൽ സമർത്ഥമായിട്ട് നേരിടാനോ ഓട്ടോറിക്ഷയിൽ നിന്നിറങ്ങി ഓടാനോ പുഷ്പദാസ് കഴിഞ്ഞില്ല. നിങ്ങൾ എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത്? പറയാം, ധൃതി പിടിക്കരുത്. സുധാകരൻ തൻ്റെ കയ്യിലിരുന്ന കത്തി തങ്കപ്പൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഓട്ടോറിക്ഷ വീണ്ടും മുമ്പോട്ട് ഓടിച്ചു. ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരു കെട്ടിടത്തിന് മുമ്പിൽ വണ്ടി നിന്നു. തങ്കപ്പൻ പുഷ്പദാസിനെ വലിച്ച് പുറത്തേക്കിട്ടു. മാർക്കറ്റ് റോഡിൽ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാതിരുന്നതിനാൽ അവരുടെ പ്രവൃത്തി ആരും കാണുന്നുണ്ടായിരുന്നില്ല. തങ്കപ്പൻ പുറത്തേക്കിറങ്ങി. ഉടൻ തന്നെ സുധാകരൻ നമ്പർ പ്ലേറ്റിന് മുകളിൽ ഒട്ടിച്ചിരുന്ന കടലാസിളക്കി ഓടയിൽ ചുരുട്ടിക്കുട്ടി കളഞ്ഞിട്ട് റിക്ഷ ഓടിച്ച് മറ്റൊരു തെരുവിൽ കൊണ്ടുവന്നു. ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ യൂണിയൻ ഓഫീസിന് മുമ്പിൽ തൻ്റെ വാഹനം പാർക്ക് ചെയ്തിട്ട് അയാൾ വീണ്ടും മാർക്കറ്റ് റോഡിലേക്ക് തിരികെ നടന്നു വന്നു. അപ്പോഴേക്കും തങ്കപ്പൻ പുഷ്പദാസിനെ വലിച്ച് പഴയ കെട്ടിടത്തിനുള്ളിലേക്ക് കയറ്റിയിരുന്നു. സുധാകരൻ കെട്ടിടത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. ഇവനോട് വല്ലതും ചോദിച്ചോ? സുധാകരൻ ചോദിച്ചു. ഇല്ല. സുധാകരൻ പെട്ടെന്ന് പുഷ്പദാസിൻ്റെ വസ്ത്രം പരിശോധിച്ച് നോക്കിയിട്ട് ചോദിച്ചു, ചേട്ടവൻ്റെ പക്കൽ ആയുധം ഒന്നുമില്ലായിരുന്നോ? ഒരു കടാര ഉണ്ടായിരുന്നു, അതെൻ്റെ പക്കലുണ്ട്. സുധാകരൻ കടാര തങ്കപ്പൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയിട്ട് വളരെ പതിഞ്ഞ സ്വരത്തിൽ പുഷ്പദാസിനോട് ചോദിച്ചു. സ്കൂളിൽ നിന്നും കറുത്ത അംബാസഡർ കാറിൽ തട്ടിക്കൊണ്ടുപോയ കുട്ടികൾ എവിടെയാണെന്ന് വേഗം പറയണം. എനിക്കറിഞ്ഞൂടാ, ഞാൻ മാറ്റ്നി ഷോ കാണാൻ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞ് നാവടക്കുന്ന മുമ്പ് സുധാകരൻ്റെ മുഷ്ടി പുഷ്പദാസിൻ്റെ അടിവയറ്റിൽ ശക്തിയായിട്ട് പതിച്ചു. അയ്യോ കരയാതെ കാര്യം പറയടാ. തങ്കപ്പൻ കരണത്ത് ഒരടി കൊടുത്തുകൊണ്ട് അലറി. എന്നെ ഉപദ്രവിക്കരുത്, സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ കൊല്ലും. സുധാകരൻ കടാര കൊണ്ട് പുഷ്പദാസിൻ്റെ മുതുകിൽ കുത്തി മുറിവേൽപ്പിച്ചു. സത്യം പറഞ്ഞില്ലെങ്കിൽ തന്നെ ഇവരെ കൊല്ലുമെന്ന് പുഷ്പദാസിന് ഉറപ്പായി. അവരാരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവരുടെ പേര് മാത്രം അറിയാം. എന്താണ് പേര്? കാളിയപ്പനും അന്തോണിയും. സുധാകരൻ വീണ്ടും പുഷ്പദാസിൻ്റെ മുതുകിൽ കടാര കുത്തിയിറക്കിക്കൊണ്ട് ചോദിച്ചു, അവരെങ്ങോട്ടാണ് കൊണ്ടുപോയതെന്ന് പറയൂ, അല്ലെങ്കിൽ അടുത്ത കുത്തുന്നതിൻ്റെ നെഞ്ചിലായിരിക്കും. എനിക്ക് അറിഞ്ഞുകൂടാ.
വടക്കോട്ടാണ് കാറ് പോയിരിക്കുന്നത്. നിന്നെ ഞങ്ങൾ മുകളിലേക്ക് വിടും. ഇനി ഒരിക്കലും അന്തോണിയും കാളിയപ്പനും നിന്നെ കാണുകയില്ല. തങ്കപ്പൻ വീണ്ടും താക്കീത് നൽകി. ഞാൻ പറഞ്ഞത് സത്യമാണ്. ഇനി എന്നെ കുത്തരുത്. ഞാൻ മരിച്ചു പോകും. നീ പറഞ്ഞത് മുഴുവൻ സത്യമല്ലെങ്കിൽ നിന്നെ കൊല്ലുക തന്നെ ചെയ്യും. ഞാൻ പറഞ്ഞത് സത്യമാണ്. എന്നെ വിശ്വസിക്കൂ. അവർ പറഞ്ഞു വന്ന വാചകം പൂർത്തിയാക്കാൻ കഴിയാതെ പുഷ്പദാസ് കമിഴ്ന്നു വീണു. സുധാകരൻ ഏൽപ്പിച്ച മുറിവുകളിൽ നിന്നും രക്തം ധാരാളമായി പുറത്തേക്ക് ഒഴുകിപ്പോയത് ആരും അറിഞ്ഞിരുന്നില്ല. അയാളെ ഉണർത്താനുള്ള ശ്രമവും വിഫലമായി. പുഷ്പദാസിനെ അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് അവർ ഇരുട്ടിലൂടെ വളരെ വേഗം ഓട്ടോറിക്ഷ ലക്ഷ്യമാക്കി നടന്നു. മാർക്കറ്റ് റോഡിൽ നിന്നും ഓട്ടോറിക്ഷ കിടക്കുന്ന റോഡിലേക്കുള്ള ജംഗ്ഷൻ റോഡിലെത്തിയപ്പോൾ 2 പോലീസുകാർ ഓട്ടോറിക്ഷയുടെ അടുത്ത് നിൽക്കുന്നത് അവർ കണ്ടു. അധ്യായം 6. എന്ത് ചെയ്യണമെന്നറിയാതെ ഏതാനും മിനിറ്റുകൾ സുധാകരനും തങ്കപ്പനും വെടിവെട്ടവനെ പോലെ നിന്നുപോയി. തങ്ങൾ രണ്ടുപേരും പോലീസിന്റെ വലയിൽ വീഴുമെന്ന് തന്നെ അവർക്ക് തോന്നി. മാർക്കറ്റ് റോഡിലൂടെ പിന്നോട്ട് നടന്നാൽ ഒരുപക്ഷെ രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കും. എന്നാൽ രക്ഷപ്പെടുമെന്നതിന് യാതൊരു ഉറപ്പുണ്ടായിരുന്നില്ല. പിന്നിലെ റോഡും പോലീസുകാർ കവർ ചെയ്തിരിക്കുകയാണെന്നും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ എല്ലാ പദ്ധതിയും പൊളിയും. പുഷ്പദാസ് ഉറക്കെ നിലവിളിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ടായിരിക്കും പോലീസുകാരെത്തിയെന്ന് അവർ ഊഹിച്ചു. പാതിരാത്രി കഴിഞ്ഞ നേരത്ത് അക്രമികൾ ഓട്ടോറിക്ഷയിലായിരിക്കും എത്തിയതെന്ന് കരുതി തങ്ങളുടെ വരവും പ്രതീക്ഷിച്ച് അവർ നിൽക്കുകയായിരിക്കും. എങ്ങനെയെങ്കിലും ഓട്ടോറിക്ഷ വീണ്ടെടുത്ത് നഗരത്തിൽ നിന്നും രക്ഷപ്പെടണമെന്ന് അവർ തീരുമാനിച്ചു. പക്ഷെ എന്താണ് ഒരു പോംവഴി? എത്ര ആലോചിച്ചിട്ടും അവർക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ലഭിച്ചില്ല. വീണ്ടും മാർക്കറ്റ് റോഡിലേക്ക് അവർ തിരികെ നടന്നു. പഴയ കെട്ടിടത്തിനുള്ളിൽ കയറി പുഷ്പദാസിനെ കുലുക്കി വിളിച്ചു. പുഷ്പദാസ് അപ്പോഴും ബോധം കെട്ടിക്കിടക്കുകയായിരുന്നു. അയാൾ മരിച്ചുപോയാൽ തങ്ങൾ കൊലയാളികളായി തീരുമെന്ന് ഭയം പെട്ടെന്ന് രണ്ടുപേർക്കുണ്ടായി. അടക്കാനാവാത്ത രോക്ഷം കൊണ്ടാണ് ആദ്യം മാരകമായി കുത്തിമുറിവേൽപ്പിച്ചത്. ചേട്ടാ, നമുക്ക് പിന്നെ അടുത്ത് ഏതെങ്കിലും റോഡിൽ കിടത്താം, സുധാകരൻ അഭിപ്രായപ്പെട്ടു. എന്നിട്ട് ബാക്കി എന്താണ് പറയേണ്ടതെന്ന് ഏതാനും നിമിഷം ആലോചിച്ചിട്ട് സുധാകരൻ തുറന്നു. ഞാൻ ഉറക്കം നിലവിളിക്കും. ശബ്ദം കേട്ട് പോലീസുകാർ അങ്ങോട്ടേക്ക് ഓടി വരാതിരിക്കില്ല. നമുക്ക് മറ്റൊരു വഴിയിൽ കൂടി ചെന്ന് ഓട്ടോറിക്ഷയിൽ കയറി രക്ഷപ്പെടുകയും ചെയ്യാം. സുധാകരൻ പറഞ്ഞ അഭിപ്രായത്തോട് തങ്കപ്പനും യോജിച്ചു. ഇരുട്ട് കട്ടപിടിച്ച് കിടക്കുന്ന ഈ തെരുവിൽ നിന്നും രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല. അവർ രണ്ടുപേരും കൂടി പുഷ്പദാസിനെ പൊക്കിയെടുത്ത് ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിൻ്റെ ഓരം പറ്റി ഏതാനും നിമിഷങ്ങൾ നിന്നിട്ട് അയാളെ റോഡിലേക്ക് വലിച്ചെറിഞ്ഞു. അതോടൊപ്പം സുധാകരൻ ഉറക്കെ നിലവിളിക്കുകയും ചെയ്തു. ശബ്ദം കേട്ട് ബീറ്റ് ഡ്യൂട്ടിക്കാരായ പോലീസുകാർ മുമ്പോട്ട് നോക്കി. റോഡിൻ്റെ നടുവിൽ ഒരാൾ കിടന്ന് പിടയ്ക്കുന്നത് അവർ കണ്ടു. പെട്ടെന്ന് രണ്ടുപേരും ജംഗ്ഷൻ ലക്ഷ്യമാക്കി ഓടാൻ തുടങ്ങി. ഈ സമയം കെട്ടിടത്തിൻ്റെ പിൻവശത്ത് കൂടിയുള്ള ഇടനാഴിയിൽ കൂടി നടന്ന് അവർ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ്റെ ഓഫീസിന് പിന്നിലെത്തി. പിന്നീട് വളരെ പതുക്കെ നടന്ന് യൂണിയൻ ഓഫീസിന് മുമ്പിലെത്തിയിട്ട് തല മാത്രം പുറത്തേക്ക് നീട്ടി ജംഗ്ഷനിലേക്ക് നോക്കി. പോലീസുകാർ രണ്ടുപേരും പുഷ്പദാസിനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഈ അവസരം പാഴാക്കിയാൽ തങ്ങൾ പോലീസിൻ്റെ വായിൽ ചെന്ന് വീഴുമെന്ന് അവൾക്കറിയാമായിരുന്നു. രണ്ടുപേരും ഒറ്റക്കുതിപ്പിന് ഓട്ടോറിക്ഷയുടെ അടുത്തെത്തി. സുധാകരൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. തങ്കപ്പൻ പിൻസീറ്റിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ ശക്തിയായ ഒരു തൊഴിയേറ്റ് അവർ താഴെ വീണു. അടുത്ത സെക്കൻഡിൽ സുധാകരൻ്റെ കഴുത്തിൽ ഒരടിയും കിട്ടി. പിൻസീറ്റിൽ ഒരു പോലീസുകാരൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അയാൾ വേഗം ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വീണ്ടും തങ്കപ്പനെ അടിച്ചിട്ട് ജംഗ്ഷനിൽ നിൽക്കുന്ന തൻ്റെ സഹപ്രവർത്തകരെ വിളിച്ചു. ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ സുധാകരൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ചാടിയിറങ്ങി. സർവ്വശക്തിയുമെടുത്ത് പോലീസുകാരൻ്റെ പിൻകഴുത്തിൽ അയാൾ ഒരു വെട്ടുകൊടുത്തു. പോലീസുകാരൻ റോഡിൽ കമന്നടിച്ചു വീണു. അപ്പോഴേക്കും തങ്കപ്പനും പിടഞ്ഞെഴുന്നേറ്റ് കഴിഞ്ഞിരിക്കുന്നു. തങ്കപ്പനും പോലീസുകാരനും ഒരടി കൊടുത്തു. ചേട്ടാ, ഓടി വാ, നമുക്ക് രക്ഷപ്പെടാം. സുധാകരൻ വിളിച്ചു പറഞ്ഞിട്ട് ഓട്ടോയിൽ കയറിയിരുന്നു. പോക്കറ്റിൽ നിന്നും താക്കോലെടുത്ത് സ്വിച്ച് ഓൺ ചെയ്ത് വേഗം കിക്കർ വലിച്ച് സ്റ്റാർട്ട് ചെയ്തു. തങ്കപ്പനും ഓട്ടോയിൽ വന്ന് കയറി. പോലീസുകാരൻ നിലവിളിക്കുന്നത് കേട്ടുകൊണ്ട് പുഷ്പദാസിനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു നിന്ന് പോലീസുകാർ തങ്ങളുടെ ഉദ്യമത്തിൽ നിന്നും പിന്തിരിഞ്ഞപ്പോൾ ഓട്ടോറിക്ഷയുടെ അടുത്തേക്ക് ഓടി. എതിരെ പാഞ്ഞു വരുന്ന ഓട്ടോറിക്ഷയെ കടത്തിവിടാതിരിക്കാനായി സൈഡ് കൊടുക്കാതെ അവർ ലാത്തി ഉയർത്തിപ്പിടിച്ചു നിന്നു. എന്നാൽ ജീവനം കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സുധാകരന് പോലീസുകാർ ഒരു പ്രതിബന്ധമായി ആയിരുന്നില്ല. മരണപ്പാച്ചിലിൽ 2 പോലീസുകാരും ഓട്ടോ അടിച്ച് റോഡിൽ വീണു. 3 വർഷമായി ഓട്ടോ ഓടിക്കുന്ന സുധാകരൻ ആദ്യമായിട്ടാണ് വാഹന കമ്പനിക്കാർ വാഹനത്തിന് നൽകിയിരിക്കുന്ന മാക്സിമം സ്പീഡ് എത്രയാണെന്ന് മനസ്സിലാക്കിയത്. അക്ഷരാർത്ഥത്തിൽ തന്നെ ഓട്ടോറിക്ഷയുടെ ടയറുകൾ റോഡിൽ പതിക്കുന്നുണ്ടായിരുന്നില്ല. റോഡിൽ മറ്റു വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ അയാളുടെ മരണപ്പാച്ചിൽ കൊണ്ട് അപകടമൊന്നും ഉണ്ടായില്ല. വളരെ വേഗം അവർ നഗരാതിർത്തിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. റിക്ഷ നിർത്തിയിട്ട് സുധാകരൻ തങ്കപ്പൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ശ്വാസം അടക്കി പിടിച്ചുകൊണ്ടിരുന്ന തങ്കപ്പൻ്റെ ദീർഘശ്വാസം വിട്ടുകൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, നമ്മൾ കൂടുതൽ അപകടത്തിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾ നിശബ്ദനായി നിന്നിട്ട് ദൃഢസ്വരത്തിൽ സുധാകരൻ പറഞ്ഞു, എനിക്കിനി ആരുമില്ല. ജീവിക്കണമെന്ന ആഗ്രഹം നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ചേട്ടന് വേണമെങ്കിൽ ഈ സമയം രക്ഷപ്പെടാം. എങ്ങനെ രക്ഷപ്പെടും? ഓട്ടോറിക്ഷ എൻ്റെ വകയാണ്. അവരെന്നെ തെരഞ്ഞു പിടിക്കും. നമ്മൾ രണ്ടുപേരും ചേർന്നാണ് കരുക്കൾ നീക്കിയതെന്ന് പോലീസിന് അറിഞ്ഞുകൂടാ.
ഒരിക്കലും നിന്നെ അവനെ പിടികൂടും സുധാകര. അന്ന് നീ എൻ്റെ പേര് പറഞ്ഞു കൊടുക്കും. ഇനി എനിക്ക് ഈ കേസിൽ നിന്നും മോചനമില്ല. ചേട്ടൻ ഭയപ്പെടാതിരിക്കും. ഭയപ്പെടണം സുധാകര. എൻ്റെ ലക്ഷ്യം പുഷ്പദാസിനെ ആക്രമിച്ച് കീഴടക്കുക എന്നുള്ളതായിരുന്നു. അത് സാധിച്ചു. എന്നാൽ ഇപ്പോൾ നടന്ന സംഭവം അപകടകരമാണ്. എന്ത് ചെയ്യാനാണ് ചേട്ടൻ്റെ പ്ലാന്? നമുക്ക് പോലീസിന് പിടികൊടുക്കാം. പുഷ്പദാസിനോട് പോലീസിന് അമർഷമുണ്ട്. അവനെ ഉപദ്രവിച്ചതിന് വലിയ ശിക്ഷയൊന്നും ലഭിക്കാൻ പോകുന്നില്ല. എന്നാൽ പോലീസുകാരെ അടിച്ചതിനും വണ്ടി ഇടിപ്പിച്ച് തെറിപ്പിച്ചതിനും കേസുണ്ടാവും. പുഷ്പദാസിനോട് പകരം വീട്ടണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ. ഇനി പറയൂ, ഇനി നിങ്ങൾ എന്നോടൊപ്പം വരില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? അതെ, 6 വയറുകൾ എൻ്റെ വഴിയും നോക്കിയിരിക്കുകയാണ്. ചേട്ടൻ പോയിക്കോളൂ. ഒടുവിലത് വലിയ കേസാവും സുധാകര. നമ്മളെ ഒന്ന് പിടികൊടുത്ത വലിയ കുഴപ്പമില്ല. ഞാൻ പിടികൊടുക്കില്ല. എനിക്ക് എൻ്റെ മകളെ തിരികെ കിട്ടണം. അവൾ ജീവിച്ചിരിപ്പില്ലെങ്കിൽ താനെന്ത് ചെയ്യും? അവൾ ജീവിച്ചിരിപ്പുണ്ട്. ഇല്ലെങ്കിൽ അവളെ ഇല്ലാതാക്കിയവരെയും ഞാൻ ഈ ഭൂമിയിൽ നിന്നും തുടച്ചു നിൽക്കും. ആദ്യമേ ഞാൻ പറഞ്ഞില്ലേ, ഇനി ജീവിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമില്ല. എനിക്ക് ജീവിക്കണം, ദൃഢസ്വരത്തിൽ തങ്കപ്പൻ പറഞ്ഞു. എനിക്ക് ചേട്ടൻ പോയിക്കോളൂ. ഒടുവിൽ നീ എന്നെ കുരുക്കിൽ വീഴ്ത്തും. പുഷ്പദാസ് ചിലപ്പോൾ മരിച്ചു പോയെന്ന് വരും. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആ വാചകം പൂർത്തിയാക്കാൻ കഴിയാതെ തങ്കപ്പൻ മിഴിച്ചിരുന്നു. അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ വളരെ ദൂരെ ഒരു ജീപ്പിൻ്റെ ഹെഡ്ലൈറ്റ് കണ്ടുകൊണ്ട് അവർ ഇരുട്ടിൽ മറിഞ്ഞു. നിമിഷങ്ങൾക്കുള്ളിൽ ജീപ്പ് വന്ന് ഓട്ടോറിക്ഷയുടെ അടുത്ത് ചവിട്ടി നിർത്തി. ജീപ്പിൽ നിന്നും 4-5 പോലീസുകാർ ചാടിയിറങ്ങി. മിന്നൽ വേഗത്തിൽ ഓട്ടോറിക്ഷയ്ക്ക് ചുറ്റും അവർ നിലയുറപ്പിച്ചു. എസ് ഐ ടോർച്ചും തെളിച്ച് ഓട്ടോറിക്ഷയ്ക്ക് നോക്കി. അവർ രക്ഷപ്പെട്ടു. 2 പേരും ഇവിടെ നിൽക്കട്ടെ, നമുക്ക് പരിസരങ്ങളിലൊന്ന് അന്വേഷിക്കാം. 2 പോലീസുകാരെ ഓട്ടോറിക്ഷയ്ക്ക് കാവൽ നിർത്തിയിട്ട് എസ് ഐയും മറ്റു പോലീസുകാരും ഗ്രാമാന്തരീക്ഷമുള്ള ആ പ്രദേശത്തേയും കടന്നു. 1 മണിക്കൂറോളം അന്വേഷണം നടത്തിയിട്ടും പ്രയോജനമൊന്നും ഉണ്ടായില്ല. ജീപ്പിന് പിന്നിൽ ഓട്ടോറിക്ഷ കെട്ടിവലിച്ചുകൊണ്ട് അവർ പോലീസ് സ്റ്റേഷനിലെത്തി. അടിയന്തര ചികിത്സ ലഭിച്ചതിന് പുഷ്പദാസ് മരിച്ചിരുന്നില്ല. വെളുപ്പിന് 5 മണിയായപ്പോഴാണ് അയാൾക്ക് ബോധം വീണത്. ഉടൻ തന്നെ സബ് ഇൻസ്പെക്ടർക്ക് അയാളുടെ മൊഴി വാങ്ങി. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ വന്ന് തന്നെ ആക്രമിച്ചുവെന്നും മാത്രമേ പ്രതിയെ പറ്റിയുള്ള ഊഹം പുഷ്പദാസിനുണ്ടായിരുന്നുള്ളൂ. അയാളോ അയാളുടെ കൂട്ടുകാരോ ആയിരിക്കും തന്നെ ആക്രമിക്കാൻ എത്തിച്ചെന്ന് പുഷ്പദാസിൻ്റെ അഭിപ്രായം. അക്രമികൾ 2 പേരുണ്ടായിരുന്നെന്നും താൻ നല്ലവണ്ണം മദ്യവെച്ചിരുന്നതിനാൽ അവരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നും അയാൾ പറഞ്ഞു. സ്കൂളിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ കുട്ടികളെ പറ്റിയുള്ള അറിയാനാണ് തന്നെ അതിക്രൂരമായി വർദ്ധിച്ചെന്നുള്ള വിവരം മാത്രം അയാൾ പോലീസിനോട് പറഞ്ഞില്ല. എന്തിനാണ് ഡ്രൈവർ നിങ്ങളെ ഉപദ്രവിച്ചത്? അയാൾ കൂടുതൽ കൂലി ആവശ്യപ്പെട്ടു. അതിന് ചെല്ലി വഴക്കായി. ഒടുവിൽ ഞാൻ കയ്യേറ്റം നടത്തി. ചേരിയിൽ താമസിക്കുന്നവരും വിട്ടില്ല. അവരയാളെ അടിച്ചോടിച്ചു. 10 മണി. RT ഓഫീസ് തുറന്ന ഉടൻ SI അവിടെ എത്തി. ഓട്ടോറിക്ഷയുടെ നമ്പർ അയാളെ ക്ലർക്കിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഈ രജിസ്റ്റർ നമ്പർ ആരുടേതാണെന്ന് പറഞ്ഞു തരണം. ക്ലർക്ക് നമ്പർ വാങ്ങി അടുത്ത മുറിയിലേക്ക് പോയി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തിരിച്ചെത്തി. ഒരു തുണ്ട് കടലാസ് SIയുടെ കയ്യിൽ കൊടുത്തു. അയാൾ പറഞ്ഞു, PK സുധാകരൻ്റെ പേരിലാണ് രജിസ്ട്രേഷൻ. എന്നാൽ വാഹനം ഇപ്പോൾ അയാളുടേതായിരിക്കണമെന്നില്ല. നിയമപരമായിട്ട് വാഹനം കച്ചവടം നടത്തിയിട്ടില്ലാത്തതിനാൽ PK സുധാകരൻ തന്നെയാണ് ഓണർ. പെട്ടെന്ന് SIയുടെ തലയിൽ കൂടി ഒരു കൊള്ളിയാൻ പാഞ്ഞുപോയി. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ച് തൻ്റെ മകളെ കാണാനില്ലെന്ന് പറഞ്ഞ് അയാളും പരാതി എഴുതി തന്നിരുന്നു. പിന്നീട് പലപ്പോഴും പോലീസ് സ്റ്റേഷനിലും DSP ഓഫീസിലും അയാൾ കയറിയിറങ്ങി. തൻ്റെ മകളെ കണ്ടുപിടിക്കാനോ മകളെ തട്ടിക്കൊണ്ടുപോയതിൻ്റെ പ്രതികാരം ചെയ്യാനോ ആണ് അയാളെ പുഷ്പദാസിനെ അതിക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നത്. പുഷ്പദാസ് മനഃപൂർവ്വം തന്നിൽ നിന്നും യഥാർത്ഥ സംഭവങ്ങൾ മറച്ചു പിടിക്കുകയാണ്. അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ആശുപത്രിയിൽ തിരിച്ചെത്തി. അപ്പോഴേക്കും അയാളുടെ ഭാര്യയും ചേരിയിലെ പ്രമുഖരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അയാൾക്ക് ചുറ്റും കൂടി നിന്നവരെ SI മുറിയിൽ നിന്നും പുറത്താക്കിയിട്ട് കഥകടച്ചതിന് ശേഷം പറഞ്ഞു, നിങ്ങളെ ആക്രമിച്ചതിൽ ഒരാളെ പറ്റിയുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആരാണ് സർ? സുധാകരൻ. അയാളുടെ മകളും തട്ടിക്കൊണ്ടുപോയ കുട്ടികളുടെ കൂട്ടത്തിലുണ്ട്. ഭഗവാനെ, ഒരു ടാക്സി ഡ്രൈവർ തെറ്റായ നിർദ്ദേശം നൽകിയതിൻ്റെ ഫലം. പുഷ്പദാസ് ഉള്ളം കൈ നെറ്റിയിൽ അടിച്ചുകൊണ്ട് തുറന്നു. പിള്ളേരെ തട്ടിക്കൊണ്ടുപോയെന്ന് പറയുന്ന സമയത്ത് ഞാനും മജീദും തിയേറ്ററിലിരുന്ന് മാറ്റ്നി ഷോ കാണുകയായിരുന്നു. അതേ ദിവസം ഒരു കാറിൽ നിങ്ങൾ ടൗണിൽ കൂടി കറങ്ങിയതായിട്ടാണ് ശശി പറയുന്നത്. ആ കാറ് ആരുടേതായിരുന്നു? ബാങ്ക് മാനേജറുടെ കറുത്ത അംബാസിഡർ. എവിടെ പോയതായിരുന്നു? വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങി ട്രയൽ ചെയ്യുകയായിരുന്നു. ഞാനും വെറുതെ അതിലൊന്ന് കയറിയെന്ന് മാത്രം. ഇപ്പോൾ മനസ്സിലായി സാറേ. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് പെട്ടെന്ന് നടപടിയെടുക്കുന്ന അപകടമാണ്. ചേരി നിവാസികൾ 5 കരിഞ്ഞു വീണു. പോലീസ് ഉൾപ്പെടെ 50ഓളം പേർക്ക് പരിക്കും പറ്റി. DYSP മറ്റും സസ്പെൻഷനിൽ. ഏറ്റവും ഒടുവിൽ ഞാനും ഈ പരിസ്ഥിതിയിലായി. എന്നെ ആക്രമിച്ച സുധാകരനും കൂട്ടുകാരനും പ്രതികളുമായി തീർന്നു. പുഷ്പദാസിൻ്റെ വാചകടി കേട്ടപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ചെറിയ പാകപ്പഴയാണ് അനന്തരഫലങ്ങളാണ് ഇതെന്ന് SIക്ക് തോന്നി. തൻ്റെ മകളെ പോലീസിന് രക്ഷിക്കാൻ കഴിയില്ലെന്ന് പ്രതിയായ പുഷ്പദാസിന് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് മനസ്സിലായപ്പോൾ സുധാകരൻ നിയമം കയ്യിലെടുക്കാൻ നിർബന്ധിതനായി. അതിൻ്റെ ഫലമായിട്ട്
പുഷ്പദാസിനോടൊപ്പം 3 പോലീസുകാർക്കും പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു. എസ്.ഐ നിശബ്ദനായി പുഷ്പദാസിന്റെ മുഖത്തേക്ക് നോക്കി. ഏതാനും നിമിഷങ്ങൾ നിന്നിട്ട് മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ ഭാവിക്കായിരുന്നു പുഷ്പദാസ് പറഞ്ഞു. പോലീസിനെ പ്രതിയാക്കി ഞാനൊരു സ്വകാര്യ കേസ് ഫയൽ ചെയ്യും. എസ്.ഐ അയാളെ തലതിരിച്ച് നോക്കിയിട്ട് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. ബാങ്കിലേക്കാണ് അദ്ദേഹം പോയത്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ മാനേജറുടെ കറുത്ത അംബാസഡർ കാർ ബാങ്കിന്റെ മുന്നിൽ കിടപ്പുണ്ടായിരുന്നു. ഡ്രൈവർ ഒരു വാരികയും വായിച്ചുകൊണ്ട് മുൻസീറ്റിലിരിക്കുന്നു. എസ്.ഐയെ കണ്ടയുടൻ ഡ്രൈവർ എഴുന്നേറ്റു. എന്താണ് സാർ? കുട്ടികളെ സ്കൂളിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ ദിവസം പകല് ചേരിയിൽ വന്ന് താമസിക്കുന്ന പുഷ്പദാസിനെ നിങ്ങൾ കണ്ടിരുന്നു? അന്ന് വർക്ക്ഷോപ്പിൽ ട്രയലിന് പോയപ്പോൾ പുഷ്പദാസ് വന്നിരുന്നു. എവിടെ നിന്നാണ് നിങ്ങൾ കാറിൽ കയറ്റിക്കൊണ്ടുപോയത്? ഞങ്ങൾ ഒരുമിച്ചാണ് കാർ കൊണ്ടുവരാൻ പോയത്. പുഷ്പദാസുമായിട്ട് നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഉണ്ട്. എങ്ങനെയുള്ള പരിചയമാണ്? കുറച്ച് നാളെ ഞാൻ ചേരിയിൽ താമസിച്ചിട്ടുണ്ട്. ശരി. എസ്.ഐ ഒരു ടാക്സി പിടിച്ച് വർക്ക്ഷോപ്പിലെത്തി. ബാങ്ക് മാനേജറുടെ കാർ പ്രസ്തുത ദിവസം അവിടെ റിപ്പയർ കഴിഞ്ഞ ട്രയൽ ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു. ഇല്ലെന്ന് മാനേജർ പറഞ്ഞു. എസ്.ഐയുടെ മനസ്സിൽ മഞ്ഞ് പോലെ ഒരുകിപ്പോയിക്കൊണ്ടിരുന്ന സംശയങ്ങൾ വീണ്ടും ഘനീഭവിക്കാൻ തുടങ്ങി. പുഷ്പദാസിനെ ഡിസ്ചാർജ് ചെയ്യുന്ന നിമിഷം തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന കറുത്ത കൈകൾ അയാളുടേത് തന്നെയാണ് എന്ന് എസ്.ഐ തീർച്ചപ്പെടുത്തി. ജീവൻ ബലി കൊടുക്കേണ്ടി വന്നാലും പുഷ്പദാസ് രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ഉറച്ച തീരുമാനത്തോടെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്ന അദ്ദേഹത്തെ ചേരി നിവാസികൾ വളഞ്ഞു. പെണ്ണുങ്ങളും കുഞ്ഞുങ്ങളും അടങ്ങുന്ന 500-ൽ പരം ആളുകൾ കയ്യിൽ ആകാശത്തേക്ക് വീശി മുദ്രാവാക്യം വിളിക്കുകയാണ്. പെട്ടെന്ന് ജനക്കൂട്ടത്തിൽ നിന്നും ഒരാൾ മുമ്പോട്ട് പാഞ്ഞെന്ന് അദ്ദേഹത്തിൻ്റെ കരണത്തടിച്ചു. അധ്യായം 7. അടിയേറ്റ് ഒരു വശത്തേക്ക് ചെരിഞ്ഞുപോയി എസ്.ഐയുടെ മറ്റൊരാൾ കൂടി അടിച്ചു. ദിഗന്ധങ്ങൾ നടക്കുന്ന ശബ്ദത്തിൽ മുദ്രാവാക്യം മുഴങ്ങിക്കൊണ്ടിരിക്കുന്നതിനാൽ സബ് ഇൻസ്പെക്ടർ അടിക്കുന്നതിൻ്റെ ബഹളം ആരും കേട്ടില്ല. വളരെ പെട്ടെന്ന് അദ്ദേഹം ജാഗരൂകനായി. മിന്നൽ വേഗത്തിൽ തൻ്റെ സമീപം നിൽക്കുന്നവരെല്ലാം അടിച്ചും തൊഴിച്ചും താഴെ വീഴ്ത്തിയിട്ട് സ്ത്രീകളും കുട്ടികളും നിൽക്കുന്ന ഭാഗത്തേക്ക് കൂടി ഓടി സ്റ്റേഷൻ വളപ്പിൽ പ്രവേശിച്ചു. അപ്പോൾ മാത്രമാണ് മനുഷ്യവലയത്തിനുള്ളിൽ കിടന്ന് എസ്.ഐ തല്ലുകൊള്ളുകയായിരുന്നു എന്ന് പോലീസുകാർക്ക് മനസ്സിലായത്. പുഷ്പദാസിനെ ആക്രമിച്ച് അവശനാക്കി തീർത്തവരെ ഉടൻ പോലീസ് കസ്റ്റഡിയിൽ എടുക്കണമെന്നുള്ള ജനങ്ങളുടെ മുദ്രാവാക്യവും കേട്ടുനിന്ന പോലീസുകാർ ജനക്കൂട്ടത്തിന് നേരെ ലാത്തിചാർജ് നടത്തി. ലാത്തിചാർജ് നടത്തിയിട്ടും ജനങ്ങൾ പിരിഞ്ഞു പോകാമെന്നില്ലെന്ന് കണ്ടപ്പോൾ സർക്കാർ ഇൻസ്പെക്ടറുടെ ഓർഡറോടുകൂടി വിഷവാതക കണ്ണീർ പ്രയോഗിക്കാൻ തീരുമാനിച്ചു. ക്രമേണ ജനങ്ങൾ പിരിഞ്ഞു പോകാൻ തുടങ്ങി. ലാത്തിചാർജിൽ ഏതാനും പേർക്ക് പരിക്കേറ്റു. വീണ്ടും ജനങ്ങൾക്ക് നേരെ പോലീസ് നടത്തിയ ലാത്തിചാർജിനെതിരെ സാമൂഹ്യ പ്രവർത്തകർ ശബ്ദമുയർത്തി. അവർ വളരെ സമ്മർദ്ദം ചെലുത്തിയിട്ടും സബ് ഇൻസ്പെക്ടറെ അന്വേഷണാർത്ഥം സസ്പെൻഡ് ചെയ്തില്ല. ഉന്നത സ്ഥാനങ്ങളിൽ നിന്നും സമ്മർദ്ദമുണ്ടായിട്ടും പോലീസ് ഡിപ്പാർട്ട്മെന്റ് കുലുങ്ങിയില്ല. പകരം പുഷ്പദാസിനെ ഡിസ്ചാർജ് ചെയ്യുന്ന നിമിഷം തന്നെ കസ്റ്റഡിയിലെടുക്കണമെന്ന് അവർ തീരുമാനിച്ചു. സ്കൂൾ കുട്ടികളെ കറുത്ത അംബാസഡർ കാറിൽ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിൽ പുഷ്പദാസിന്റെ കറുത്ത കൈകൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് തന്നെ അവർക്ക് ബോധ്യമായി. ലാത്തിചാർജിനെ തുടർന്ന് കണ്ണീർ വാതകം പൊട്ടിച്ചിട്ടും പോലീസുകാരുടെ മേൽ നടപടിയൊന്നും ഉണ്ടാകാതിരുന്നപ്പോൾ തന്നെ അവർ അവിശ്വസിക്കുന്നതായിട്ട് പുഷ്പദാസിന് മനസ്സിലായി. അയാൾ തന്റെ വലം കൈയായി പ്രവർത്തിക്കുന്ന മജീദിനെ വിളിച്ച് രഹസ്യമായിട്ട് ചില നിർദ്ദേശങ്ങൾ നൽകി. മജീദെ, നമ്മൾ പരാജയപ്പെടാൻ പോവുകയാണ്. എല്ലാ നേതാക്കന്മാരും പോലീസിന് മുന്നിൽ മുട്ടുമുടക്കിയിരിക്കുന്നു. ആശുപത്രി കട്ടിലും മലർന്നു കിടക്കുന്ന ആശാൻ എങ്ങനെ മനസ്സിലായി? ആശാൻ ഇവിടെ കിടന്നാൽ മതിയടാ. DYSP സസ്പെൻഡ് ചെയ്യാനുള്ള ശബ്ദം നമുക്കുണ്ടായിരുന്നെങ്കിൽ കേവലം ഒരു സബ് ഇൻസ്പെക്ടറെ വരുതിക്ക് നിർത്താൻ കഴിയില്ലേ? കഴിയണം. എങ്കിൽ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതിനർത്ഥം ഞാനും നീയും ഉൾപ്പെടുന്ന ചേരി നിവാസികളുടെ അറസ്റ്റ് ആയിരിക്കുന്നു എന്നാണ്. ചേരി പ്രദേശത്ത് തീവെപ്പ് കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷന് മുമ്പിൽ നടന്ന ലാത്തിചാർജ് ഏറ്റുമുട്ടൽ നമ്മുടെ തലയിൽ വെച്ച് കെട്ടിയിരിക്കും. പുഷ്പദാസ് പറഞ്ഞു വരുന്നത് ശരിയാണെന്ന് മജീദിനും തോന്നി. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള മൗനം വരാൻ പോകുന്ന കൊടുങ്കാറ്റിന്റെ നാന്ദിയാണ്. അവര് തങ്ങൾ വലയിൽ വീഴ്ത്താനുള്ള കരുക്കൾ നീക്കുകയായിരിക്കും. പോലീസ് സ്റ്റേഷന് മുമ്പ് സമാധാനപരമായിട്ട് മുദ്രാവാക്യം മുഴക്കിയ ചേരി നിവാസികളെ യാതൊരു പ്രകോപനങ്ങളും ഇല്ലാതെ ലാത്തിക്ക് അടിച്ചു വീഴ്ത്താൻ നേതൃത്വം നൽകിയ സബ് ഇൻസ്പെക്ടർ നെഞ്ചും പിരിച്ച് നടക്കുന്നതിൻ്റെ അർത്ഥം തങ്ങളുടെ പരാജയമാണ്. നമ്മൾ എന്ത് ചെയ്യണം ആശാനെ? എനിക്കെതിരായിട്ട് പോലീസിൻ്റെ ആദ്യ പരാതി നൽകിയത് ടാക്സി ഡ്രൈവർ ശശിയാണ്. അവനെ നിശബ്ദനാക്കണം. മറ്റാരെങ്കിലും ഉണ്ടോ? ആദ്യം ശശിയെ നിശബ്ദനാക്കിയിട്ട് വരും. ഓരോ നിമിഷവും വിലയേറിയതാണ്. പുഷ്പദാസിനെ വലയിൽ വീഴ്ത്താൻ ഇവിടുത്തെ പോലീസിന് കഴിയില്ല എന്ന് മനസ്സിലാക്കി കൊടുക്കണം. ചേരിയിൽ താമസിക്കുന്നവരും മനുഷ്യരാണ്. അവർക്ക് മജ്ജയും മാംസവും അവകാശങ്ങളും വിവരങ്ങളും വികാരങ്ങളും ഉണ്ടെന്ന് അവർ മനസ്സിലാക്കട്ടെ. ഉടൻ തന്നെ മജീദ് ചേരിയിൽ നിന്നും പാഞ്ഞെത്തി. കൂട്ടിനായിട്ട് ഫ്രാഞ്ചിയെ കൂടി വിളിച്ചു. ചേരിക്കുള്ളിൽ ചെറിയ തോണിൽ പെൺപാണിപ്പം നടത്തുന്നതിൻ്റെ ഉടമസ്ഥനാണ് ഫ്രാഞ്ചി. തെരുവിൽ അലഞ്ഞു നടക്കുന്ന
യുവതികളെ മോഹന വാഗ്ദാനങ്ങൾ നൽകി അയാളെ ചേരിയിൽ കൊണ്ടുവന്ന് അവരെ ഭീഷണിപ്പെടുത്തി മാംസ വ്യാപാരം നടത്തിയാണ് ഫ്രാഞ്ചി ജീവിക്കുന്നത്. ചേരി പ്രദേശത്ത് സാധാരണയായിട്ട് 3 ദാതകൾ ഉണ്ടായിരിക്കും. ചേരി പ്രദേശം മൊത്തത്തിൽ അടക്കി വാഴുന്ന ഒരാൾ. അയാളുടെ കീഴിലായിരിക്കും പെൺവാണിഭക്കാരനും ചാരായം വിൽക്കുന്നവനും. ഇവർക്കെല്ലാം ധാരാളം അനുയായികൾ ഉണ്ടായിരിക്കും. പുഷ്പദാസ് നിർദ്ദേശം നൽകിയാൽ ഫ്രാഞ്ചിക്ക് അത് നിഷേധിക്കാൻ കഴിയില്ല. പുഷ്പദാസിന്റെ കരുണ കൊണ്ടാണ് അയാൾ ബിസിനസ് നടത്തുന്നത്. ഫ്രാഞ്ചിയും മജീദും ഒരു ഓട്ടോറിക്ഷയിൽ കയറി ടൗണിലെത്തി. ടാക്സി സ്റ്റാൻഡിലും പരിസരത്തും അന്വേഷിച്ചിട്ടും ശശിയെ കാണാൻ കഴിഞ്ഞില്ല. മറ്റ് ഡ്രൈവർമാരോട് അന്വേഷിച്ചപ്പോൾ അയാൾ ഓട്ടം പോയിരിക്കുകയാണെന്ന് മനസ്സിലായി. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ്. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം സ്ലീപ്പിംഗ് പിൽസ് ഓഡിയോ ടൈം.